നമ്മുടെ CSEB എക്സാം എഴുതുന്ന എല്ലാ കുട്ടികളുടെ അടുത്തും എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ ഒരു എക്സാം, അതായത് CSEB എന്നല്ല കേട്ടോ, ഏത് കോമ്പറ്റേറ്റീവ് എക്സാം എഴുതുമ്പോഴും നമ്മൾ ഇതിലേക്ക് പഠിക്കാൻ ഇറങ്ങുമ്പോൾ നമ്മളെ കളിയാക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും. നിനക്കൊന്നും ഇതൊന്നും കിട്ടില്ല, നിന്നെ കൊണ്ടൊന്നും സാധിക്കില്ല, അതിനുള്ള ബുദ്ധിയൊന്നും നിനക്കില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് കളിയാക്കാണ്ടല്ലോ ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും. നമ്മൾ അവരെ ഒന്നും മൈൻഡ് ചെയ്യരുത്. അതായത് അവരോടൊന്നും സംസാരിക്കാൻ പോകേണ്ട ഒരു ആവശ്യമില്ല. അവർ പറയുന്നതൊക്കെ നമ്മൾ ഒരു ചെവി കൂടെ കേട്ടിട്ട് ഒരു ചെവി കൂടെ വിടുക, അത്രേ ഉള്ളൂ. നിങ്ങൾ കേട്ട് വിഷമിക്കാനും നിൽക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളൂ. ആദ്യം തന്നെ നമുക്ക് ഒരു എക്സാമിൽ CSEB എന്നല്ല, ഏതൊരു എക്സാം ആണെങ്കിലും നമുക്ക് അതിൽ ആദ്യം തന്നെ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ, നമുക്കൊരു വിശ്വാസം വേണം. ഏതൊരു കാര്യം ആയിക്കോട്ടെ, നമുക്കൊരു എക്സാമിൽ അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ, നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് സ്വയം ഒരു വിശ്വാസം വേണം. എനിക്കിത് കിട്ടും, എനിക്കിത് നേടാൻ സാധിക്കും. അങ്ങനെ നമുക്ക് ആദ്യം എന്ത് വേണം, നമുക്കായിട്ടൊരു സ്വന്തമായിട്ടൊരു വിശ്വാസം വേണം. നമുക്കിത് കിട്ടും എന്നുള്ളൊരു ആത്മവിശ്വാസം നമുക്ക് വേണം. ഓക്കെ, അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പഠിക്കാനായിട്ട് ഇറങ്ങേണ്ടത്. അപ്പോൾ എൻ്റെ ഒരു സ്റ്റഡി പ്ലാനൊക്കെ എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ, ഞാൻ സത്യം പറഞ്ഞാൽ നമുക്ക് ഒരുപാട് വിഷയങ്ങളുണ്ടല്ലോ. അതായത് കോപ്പറേഷൻ ഉണ്ട്, ആക്ട് ആൻഡ് റൂൾ ഉണ്ട്, ബാങ്കിങ് ഉണ്ട്, അതേപോലെ GK, ഇംഗ്ലീഷ്, മാത്സ്, അങ്ങനെ 7 സബ്ജക്റ്റുകളാണ് നമുക്ക് CSEBയിൽ പഠിക്കാനുള്ളത്. കോപ്പറേഷൻ, ആക്ട്, റൂള്, ബാങ്കിങ്, അക്കൗണ്ടൻസി, GK, ഇംഗ്ലീഷ്, മാത്സ്, 7 സബ്ജക്റ്റാണ് നമുക്ക് നമ്മുടെ CSEB എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ എൻ്റെ ഒരു സ്റ്റഡി പ്ലാൻ എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ, ഞാൻ നമ്മുടെ ആക്ട് റൂളും ഞാൻ നന്നായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിലെ 110 സെക്ഷനും 201 റൂളും നമ്മൾ നന്നായിട്ട് എന്ത് ചെയ്യുക, നന്നായിട്ട് തന്നെ പഠിക്കണം. കാരണം അതായത് ഈ ആക്ട് റൂള് എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് അതൊന്ന് മാത്രമാണ് അവർക്ക് ക്വസ്റ്റ്യൻ ഇടാൻ പറ്റുള്ളൂ. അതായത് അതിൻ്റെ ആക്ടിൻ്റെ റൂളിൻ്റെ ഉള്ളിൽ എന്താണോ പറഞ്ഞത് അതൊന്ന് മാത്രമാണ് അവർക്ക് ക്വസ്റ്റ്യൻ ഇടാൻ സാധിക്കുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ക്വസ്റ്റ്യൻ ഇടാൻ CSEBക്ക് കഴിയില്ല. അപ്പം നന്നായിട്ട് ആക്ട് റൂളും നന്നായിട്ട് തന്നെ പഠിക്കുമ്പോൾ മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കണം. വെറുതെ നമ്മൾ ബൈഹാർട്ട് ചെയ്ത് പഠിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഞാൻ എങ്ങനെ ആക്ട് റൂളും പഠിച്ചിരുന്നെന്ന് വെച്ചാൽ, ഞാൻ ആക്ടിൻ്റെ റൂളിൻ്റെ ക്ലാസ് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ അതിൽ ഓരോ സെക്ഷൻ്റെ ഉള്ളിലും എന്താണെന്ന്, ചിലപ്പോൾ അതിൽ കുറേ ഞാൻ പറയാലോ, ചില സെക്ഷൻസൊക്കെ ഇപ്പോൾ എന്താ പറയുക, കുറച്ച് അങ്ങോട്ട് കഴിഞ്ഞാൽ ചില സെക്ഷൻസൊക്കെ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അപ്പം ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ, അതിൻ്റെ ഉള്ളിൽ എന്താ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ മലയാളത്തിലൊരു ലെക്ചർ നോട്ട് പോലെ ഞാൻ എഴുതിയെടുക്കും. എന്നിട്ട് ഞാൻ ആ ലെക്ചർ നോട്ടാണ് ഞാൻ കാണാതെ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ പഠിച്ച ലെക്ചർ നോട്ടും ഒക്കെ എൻ്റെ അടുത്തുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും സബ്ജക്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി കേട്ടോ, കമൻറ്റ് ചെയ്താൽ മതി. അപ്പം ഞാൻ നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു തരാം. അതിനൊന്നും എനിക്ക് യാതൊരു കുഴപ്പമില്ല. അപ്പോൾ ഏത് സബ്ജക്റ്റിലാണ് നിങ്ങൾക്ക് ടഫായിട്ട് തോന്നുന്നെങ്കിൽ അത് ചോദിച്ചോളൂ, ഞാൻ പറഞ്ഞു തരാം സിമ്പിളായിട്ട്. പിന്നെ എൻ്റെ ഒരു പഠന രീതി എന്ന് പറഞ്ഞാൽ, ഞാൻ എങ്ങനെയെന്ന് വെച്ചാൽ, ഞാൻ കുറച്ച് മടിയുള്ള കൂട്ടത്തിൽ ഞാൻ പഠിക്കും. പക്ഷേ എനിക്ക് കുറച്ച് മടിയുണ്ട്. അതായത് ഞാൻ എപ്പോഴും പഠിക്കുമ്പോൾ ഞാൻ വല്ല ട്രിക്കുകളാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യാറ് കേട്ടോ. കാരണം എനിക്ക് ട്രിക്ക് വെച്ച് അതായത് നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ എക്സാം ടൈമിൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഓർമ്മ വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, ഒരു ട്രിക്ക് വെച്ച് പഠിച്ചാൽ മാത്രമാണ് നമുക്ക് ആ എക്സാം എഴുതുന്ന ടൈമിൽ ഇത് നമുക്ക് ഓർമ്മ കിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ എപ്പോഴും എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഞാൻ എൻ്റേതായിട്ട് ഞാനൊരു കോഡ് ഉണ്ടാക്കും, ഒരു ട്രിക്ക് ഉണ്ടാക്കും. ഒരു കോഡ് ഉണ്ടാക്കിയിട്ട് അങ്ങനെയാണ് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതാകുമ്പോൾ ഞാൻ ഒരിക്കലും അത് മറക്കില്ല. നമുക്കിപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയട്ടെ. അതായത് നമുക്കിപ്പോൾ ഒരു സിനിമ കാണുമ്പോൾ, നിങ്ങൾക്ക് ഈ ആകാശദൂത് പോലെയുള്ള കരഞ്ഞിരിക്കുന്ന സിനിമ കാണാനോ ഇഷ്ടം, അതോ നല്ല കോമഡി പടം കാണാനാണോ നമുക്ക് ഇഷ്ടം ഉണ്ടാവുക? എനിക്ക് കോമഡി പടം കാണാനാണ് ഇഷ്ടം. കാരണം എനിക്ക് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം എന്നുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും, നമ്മളോട് ഒരാളൊരു കോമഡി പറയുകയാണെങ്കിൽ നമ്മളത് മറക്കുമോ? അപ്പോൾ നിങ്ങളോട് ഒരാളൊരു കോമഡി പറയുകയാണ്, നിങ്ങളുടെ ഫ്രണ്ട്സ്, നിങ്ങൾ ഓർത്തോർത്ത് ചിരിച്ച കാര്യം അത് നിങ്ങൾക്ക് എപ്പോഴും മനസ്സിൽ ഓർമ്മ ഉണ്ടാവില്ലേ? നേരെ മറിച്ച് നമ്മളെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യമാണെങ്കിലോ അത് നമുക്ക് ആലോചിക്കാൻ താല്പര്യം ഉണ്ടാവില്ല അല്ലേ. നമ്മുടെ മനുഷ്യന്മാർക്കൊക്കെ എന്തിനാണ് ദൈവം മറവി തന്നിട്ടുള്ളത്? നമ്മുടെ സങ്കടങ്ങളൊക്കെ മറക്കാനും സന്തോഷങ്ങളൊക്കെ ഓർക്കാനും. ഓക്കെ, നമുക്ക് എന്തിനാ മറവി തന്നിട്ടുള്ളത്? ദൈവം സങ്കടങ്ങളെ മറക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഓരോ മനുഷ്യന്മാർക്കും ദൈവം മറവി കൊടുത്തിട്ടുള്ളത് അല്ലേ.
അങ്ങനെ ചിന്തിച്ചാൽ മതി. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒരു കോമഡി ആയിട്ടുള്ളൊരു ട്രിക്ക് നമ്മൾ കണ്ടുപിടിക്കുക, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ. ആ ട്രിക്ക് വെച്ച് പഠിക്കുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും അത് മറക്കില്ല. എക്സാം ടൈമിൽ നമുക്കത് ഓർമ്മ നിൽക്കുകയും ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതേപോലെ നമ്മുടെ പഠിത്തത്തിന് റിവിഷൻ നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എത്രത്തോളം പഠിച്ചു പോകുന്നു എന്നല്ലാതെ നമ്മൾ എത്രത്തോളം റിവിഷൻ ചെയ്യാൻ പറ്റുന്നോ അത് അത്രയും നമുക്ക് ബെനഫിറ്റാണ്. ഓക്കെ, അപ്പം ഞാൻ പഠിച്ച രീതി അതുപോലെ ഞാൻ ഒരു ദിവസം മിനിമം ഞാനൊരു 6 മണിക്കൂറെങ്കിലും ഞാൻ പഠിക്കാനായിട്ട് മാറ്റി വെക്കാറുണ്ട്. എല്ലാ സബ്ജക്റ്റും പഠിക്കാറുണ്ട്, PYQs ഒക്കെ ചെയ്ത് നോക്കാറുണ്ട്. അങ്ങനെയൊക്കെയാണ് നമുക്ക് മാർക്ക് കിട്ടിയത്. പിന്നെ എപ്പോഴും എനിക്ക് CSEB എക്സാം എഴുതുന്ന കുട്ടികളോട് അല്ലെങ്കിൽ ഏത് കോമ്പറ്റേറ്റീവ് എക്സാം എഴുതുന്ന കുട്ടികളോടാണെങ്കിലും എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എപ്പോഴും കട്ട് ഓഫ് എന്നൊരു കാര്യം ചിന്തിക്കാതെ കട്ട് ഓഫിനേക്കാൾ കൂടുതൽ മാർക്ക് കിട്ടണമെന്ന് എപ്പോഴും ചിന്തിക്കണം. കാരണം നമുക്ക് കട്ട് ഓഫിനേക്കാട്ടിലും കൂടുതൽ മാർക്ക് കിട്ടുമ്പോൾ മാത്രമാണ് നമുക്ക് ആ ജോലിയിലേക്ക് നമ്മൾ കൂടുതൽ അടുക്കുന്നത്. അപ്പോൾ എപ്പോഴും കട്ട് ഓഫ് എന്നതല്ലാതെ കുറച്ചും കൂടി മാർക്ക് കൂടുതൽ വാങ്ങാനായിട്ട് ശ്രമിക്കണം. നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റ്, അക്കൗണ്ടൻസി ആണോ ബാങ്കിങ് ആണോ, ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും പോർഷൻ നിങ്ങൾക്ക് എടുത്തു തരണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, കോർപ്പറേഷൻ ആയിക്കോട്ടെ ഏതായിക്കോട്ടെ, എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി. ഞാൻ ഇതുപോലെ നിങ്ങൾക്ക് ഫ്രീ ആയി വന്നിട്ട് എടുത്തു തരാം. ഏത് ക്ലാസ് ആണെങ്കിലും ഇപ്പം ഞാൻ ഫ്രീ ആണ്, എന്നോട് പറഞ്ഞാൽ ഞാൻ എടുത്തു തരാം കേട്ടോ. ഓക്കെ, ബൈ. അപ്പോൾ ഇനി കൂടുതലായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.